ആരാണ് ചോദിച്ചത്? പുതിയ ആളാണ് ഇത്. അത് വാഴയാ മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികൾ? കല്യാണത്തെ പറ്റി രണ്ട് വാക്ക് പറയാനുണ്ട്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കറിയാം ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച ആളുണ്ടായിരുന്നു. മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. നിഷ്കളങ്കനായിട്ട് പാവത്താനെ പോലെ ഇരിക്കുന്നു ഗൈസ്. എല്ലാ ഫ്രെയിമിലും സായി ഉണ്ടാവും. അത് ഫ്രെയിമിൽ കയറാൻ വേണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ കളിയാക്കണേ പ്ലീസ്, ജീവിച്ചു പോയിക്കോട്ടെ. ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ കാമുകനാണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചത്തെ എപ്പിസോഡിലും നന്ദനയ്ക്ക് വില കൂടിയ വസ്ത്രങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. അവസാനം നീ കരയും മോനെ, അനുഭവം കൊണ്ട് പറയുന്ന. എന്റെ ഭാര്യയുടെ പൈസ മേടിച്ച് എനിക്ക് പോലും അന്തസ് വേണോടാ, അന്തസ്. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. നന്ദനയുടെ കാമുകൻ ആരും ഞെട്ടരുത്. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. എനിക്ക് തന്നോട് പ്രേമൊന്നുമില്ല. വിരള് വായി വെച്ച് ഉറിഞ്ചിക്കോ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം, കാശിന്റെ കഴപ്പാ. ഇവിടെ മര്യാദക്ക് ജീവിക്കുന്ന കണ്ടിട്ട് നിനക്കൊന്നും പിടിക്കുന്നില്ലല്ലേടാ. ഇതൊരു നടക്ക് പോണ കേസല്ല.